വേറെന്തെങ്കിലും ന്യൂസ് കിട്ടിയാണ് എന്തേലും ഒരുപാട് നാളെ എന്തേലും അറിഞ്ഞിട്ട് ചെവി തരിക്കുന്നു. ഇവരെന്നെ പറയും നമുക്ക് ബ്രേക്കപ്പ് ആവാ, എനിക്ക് എന്നെ പറ്റുന്നില്ല. സെക്കൻഡ് ചാൻസ് കൊടുത്ത ആള് മൂഞ്ചിപ്പോയി. അതായത് ഞാനും ജോജിയുമായിട്ട് അടിച്ചു പിരിഞ്ച് എന്തൊക്കെ മേളായിരുന്നു. എയർപോർട്ടിൽ വന്നിട്ട് ആലിബിനെ കാണുകയാണ് സുഹൃത്തുക്കളെ. അമ്മ തൊട്ടപ്പുറത്ത് ഇപ്പുണ്ട്, പക്ഷെ അമ്മയല്ല അവിടെ നോക്കിയത്, ആലിബിനെയാണ്. തന്തയെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിട്ട് നീ ചുടലപ്പറമ്പിൽ കുത്തിയിരുന്ന് ആഘോഷിക്കും അല്ലടാ. കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്, കണ്ടോ സ്വന്തം ഉമ്മേനെ പോലും തിരിഞ്ഞു നോക്കാതെ 19 വയസ്സിൽ പ്രേമിച്ചിരിക്കുന്ന കാമുകനെ പോയി കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. എത്രത്തോളം ചീറ്റിങ്ങിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളെ ചീറ്റ് ആണെങ്കിൽ നമ്മൾ ഫോർഗീവ് ചെയ്യും. നിനക്കെന്നെ പറ്റിക്കണോ അല്ലടാ. ഒന്നില്ലെങ്കിൽ ഞാൻ പറയുന്ന കേട്ട് നിനക്ക് സമാധാനമായിട്ട് ജീവിക്കാം, ഇല്ലെങ്കിൽ നീ എന്നെ കളഞ്ഞിട്ട് പോ. രണ്ടാമത്തെ പ്രാവശ്യം ചീറ്റ് ചെയ്യും, എന്നിട്ട് അത് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ അവരുടെ ഒരു തൊലിഞ്ഞ കരച്ചിൽ ഡ്രാമ ഉണ്ടാവും. ഒരാഴ്ചത്തെ പ്രണയത്തിന് 8 വർഷത്തെ കെയറിങ് കൊടുത്തത് കൊണ്ട് മിന്നു എന്നെ വിട്ടങ്ങ് പോയി. എടാ നിന്നെ വേണ്ടാത്തോളം നിനക്കെന്തിനളിയാ? അവക്ക് വേണ്ടാത്തോനെ നമുക്ക് വേണം. ഇങ്ങനെ ഫോർഗീവ് ചെയ്ത് ജീവിതം നശിപ്പിക്കുകയും ചെയ്യും. ഇതാണ് ആ ആളെ കൂടെ ജീവിച്ചാലും നടക്കാൻ പോകുന്നത്. നീ വിഷമിക്കാര് പരിഹാരം ഇഷ്ടപ്പെടാന്നറിയാൻ സംഭവിക്കാം. നമ്മള് കൊറേ സെക്കൻഡ് ചാൻസ് കൊടുത്ത് ലാസ്റ്റ് ഇവരെന്നെ പറയും നമുക്ക് ബ്രേക്കപ്പ് ആവാ, എനിക്ക് എന്നെ പറ്റുന്നില്ല. ആരേലും ഒന്നും ഇത് പറഞ്ഞു നിർത്തറ, ഭ്രാന്തെടുക്കുന്നു. ബിഗ് ബോസ് പോയപ്പോഴേ 50 ദിവസം എന്നിട്ട് ആരെയും ഏറ്റവും കൂടുതൽ മിസ് ചെയ്തേ? ഇവക്ക് ഈ സ്വന്തം വീട്ടുകാരെയും വേണ്ട, സ്വന്തം ഉമ്മാനെ വേണ്ട, വാപ്പാനെ വേണ്ട, ആരും വേണ്ട. ആലിബ് 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 ആലിബ്. നീ ഉണ്ടായിട്ടുള്ളൂട്ടാ. സജി നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. വീട്ടില് തന്തയും തള്ളയൊക്കെ ഉള്ളതാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ പോണു. മൂവ് ഓൺ. ഇപ്പൊ